എലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിൽ ഇന്നും തെളിവെടുപ്പ് തുടരും. പ്രതി ഷാരൂഖ് സൈഫിയെ എലത്തൂരിലും ഷൊർണൂരിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ വൈകുന്നേരം പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. കേസ് NIA ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെ നടപടികൾ ത്വരിതവേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എലത്തൂർ തീവെപ്പ് കേസിൽ എങ്ങനെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് തുടരുന്നത്? ഇന്ന് പ്രതിയെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിക്കും? ഇന്നലെ പ്രതിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അവിടെയുള്ള 2 ബോഗികളിലും ഒപ്പം തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചുമാണ് പ്രതി ഷാരൂഖ് സൈഫിയെ ഈ പ്രത്യേക സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നത്. ഇപ്പോൾ മാലൂർ കുന്നിലെ ക്യാമ്പിലാണ് പ്രതിയുള്ളത്. ഒപ്പം നമ്മളും അവിടെ തന്നെയാണ് ഉള്ളത്, അതിന്റെ പരിസരത്ത് തന്നെയാണ് ഉള്ളത്. നിലവിൽ പോലീസ് എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രധാനമായും ഷൊർണൂരിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യം. എന്തായാലും ഇന്നലെ തെളിവെടുപ്പിന് പോയ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചിലർ ഇപ്പോൾ ഈ AR ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉച്ചയോടുകൂടി ഒരുപക്ഷെ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും എന്നൊരു സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതിൽ ഷൊർണൂരാണ് പ്രധാനമായും തെളിവെടുപ്പ് നടത്തേണ്ട കാര്യമുള്ളത്. ഏറ്റവും കൂടുതൽ പ്രതി ചെലവഴിച്ചത് ഷൊർണൂരിലാണ്. ഈ ഏപ്രിൽ 2-ന്, അതായത് സംഭവം നടന്ന ദിവസം രാവിലെ 4:50-ന് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ എത്തിയ ഈ ഷാരൂഖ് സൈഫി തുടർന്ന് 14 മണിക്കൂറിനടുത്ത് നേരം ഷൊർണൂരിൽ ചെലവഴിച്ചു. അത് എവിടെയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഷാരൂഖ് സൈഫി ഷൊർണൂരിലെ ഒരു കോളനിയിൽ എത്തി എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷണം ATS അടക്കമുള്ളവർ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കോളനിയിലേക്ക് തന്നെയാണോ ഷാരൂഖ് സൈഫി വന്നത് തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെങ്കിൽ അവിടെ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് ഈ കൃത്യം നടത്താൻ ഉപയോഗിച്ച പെട്രോൾ പമ്പിൽ എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത്. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പിലാണ് പ്രതി ഷാരൂഖ് സൈഫി അന്ന് പെട്രോൾ വാങ്ങാൻ എത്തിയിരുന്നത്. അവിടെ നിന്നാണ് ഒരു ക്യാനിൽ 4 ലിറ്റർ പെട്രോളുമായി പ്രതി പിന്നീട് തിരികെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ നിന്ന് ട്രെയിൻ കയറി ഈ കൃത്യം നടത്താൻ വേണ്ടി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കോഴിക്കോട് ഭാഗത്തേക്ക് എത്തുകയും ചെയ്തത്. അപ്പോൾ അത് സംബന്ധിച്ചാണ് പ്രധാനമായും തെളിവെടുപ്പ് നടക്കേണ്ടത്. എലത്തൂരിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എലത്തൂരിൽ കാര്യമായ ഒരു സംഭവം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അങ്ങനെയെങ്കിൽ ഷൊർണൂർ കേന്ദ്രീകരിച്ചാണ് ഇനി പ്രധാനമായിട്ടുള്ള തെളിവെടുപ്പ് നടക്കുക. ശരി റിയാസ്.